അതായത് ഇവിടെ എല്ലാ ദിവസവും അച്ചാറുണ്ടാവും. പക്ഷേ ഇന്നേ വരെ അച്ചാർ ഇടാറില്ല. വീട്ടിൽ ഹോം മെയ്ഡ് അച്ചാർ യൂസ് ചെയ്യാറില്ല. അച്ചാർ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ചാർ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു വേറെ എന്തെല്ലോ ചൊയയല്ലേ ഉണ്ടാവുക. വാങ്ങുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് അല്ലേ ചൊയകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചൊയകൾ ഇവർക്ക് അത്ര പിടിക്കൂലേനു. പക്ഷേ ഞാൻ അച്ചാർ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഹോം മെയ്ഡ് അച്ചാറുകൾ ഇഷ്ടമായി. ഇവർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പോൾ മൂപ്പര് പറയും സൂപ്പറാ സൂപ്പർ സൂപ്പറാന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാവും. അതേപോലെ ഇനി എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ഉമ്മ അച്ചാറിടേനും പണ്ടെല്ലാം ഉമ്മ അച്ചാറിടുമ്പോൾ ഭയങ്കര കുളമായി പോയിന്. ഇപ്പം അമ്മ നല്ലോണം യൂട്യൂബൊക്കെ നോക്കി നന്നായി അച്ചാറിടുന്നുണ്ട്, നല്ലോണം അച്ചാറിടാൻ പഠിച്ചേക്കുമ്പോൾ ഇപ്പം അമ്മേൻ്റെ അച്ചാറൊന്നും അത്ര ഫ്ലോപ്പാവാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ ആ മാങ്ങ വെച്ചിട്ട് അച്ചാറിടാന്ന് വെച്ചിട്ട് ആ മാങ്ങ നല്ലോണം മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച്. അങ്ങനെ ആ വെയിലത്ത് വെച്ച മാങ്ങ ശരിക്കും ഇങ്ങനെ ഒരു 2-3 ദിവസം വെയിൽ കൊണ്ടാലും മാങ്ങക്ക് ആ വെയിലിൻ്റെ ആ ഒരു ചൊയ ഉണ്ടല്ലോ, അത് മാങ്ങൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അച്ചാറിന് മുഴുവനായിട്ട് അത് വേറെ ലെവലാക്കി കളി. അങ്ങനെ അതിന് വേണ്ടി ഞാൻ നിന്നപ്പം എന്നെ ചതിച്ചു ആ ഒരു മഴ. പിറ്റേന്ന് തൊട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്കത് കൂടുതൽ ദിവസം വെയിലത്ത് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിൽ കുറച്ച് സുറുക്കി ഒഴിച്ച് ഫ്രിഡ്ജിൽ അവിടെ വെച്ച്. അച്ചാറിടാൻ എനിക്കൊരു മടിയില്ലായിരുന്നു കൊണ്ട് ഞാൻ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയപ്പം ഞാൻ അച്ചാറിടാൻ വെച്ച മാങ്ങ മുഴുവനും എൻ്റെ ഹസ്ബൻഡും മക്കളും അപ്പാടെടുത്ത് തിന്നതിനും മുഴുവനല്ല കേട്ടോ, ഒരു മുക്കാലും